Hi everyone, welcome back to Wisdom Academy classes. So we are moving on to the next section of surface areas and volumes. അപ്പോൾ surface areas and volumes ന്റെ കോണിക്കൽ സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് കോണിക്കൽ സെക്ഷനിൽ ഏരിയ റിലേറ്റഡ് പ്രോബ്ലംസ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ആരെങ്കിലും ആ ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണുക. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഇപ്പം നമ്മളെ സംബന്ധിച്ച് 9th സിലബസിൽ ജസ്റ്റ് കോണ്, അതേമാതിരി തന്നെ സ്പിയർ, ഹെമിസ്ഫിയർ, ഈ 3 ടോപ്പിക്സ് ആണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്, ഇൻക്ലൂഡിങ് ഏരിയ ആൻഡ് വോളിയം. ഏരിയയും വോളിയം എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻസ് ആണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കേട്ടോ. സോ ദിസ് ഇസ് അവർ സെക്കൻഡ് എക്സസൈസ്. ഇത് നമ്മുടെ രണ്ടാമത്തെ എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കോൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി വരുന്നത് എന്തായിരിക്കും? സ്പിയർ അല്ലെങ്കിൽ ഹെമിസ്ഫിയർ ആയിരിക്കും. സോ അതിൽ മിക്സ് ചെയ്ത് കിടക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഏരിയ റിലേറ്റഡ് പ്രോബ്ലംസും ആണ്. സോ സെക്കൻഡ് എക്സസൈസിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ ഒന്നാമത്തെ സബ് ഡിവിഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. 3 സബ് ഡിവിഷൻസ് ആണ് കിടക്കുന്നത്. ഒരു സബ് ഡിവിഷൻ നമ്മൾ ഇവിടെ കാണിച്ചു തരാം. ബാക്കിയുള്ള സബ് ഡിവിഷൻ നിങ്ങൾ ഇതേ പാറ്റേണിൽ ഒന്ന് ചെയ്ത് നോക്കി നോക്കുക, ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത്. സർഫസ് ഏരിയാസ് ആൻഡ് വോളിയംസിനെ സംബന്ധിച്ച് ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലംസ് എളുപ്പമാണ്. പക്ഷേ ഇവിടെ എന്താണ് ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനും ഡിവിഷൻ ചെയ്യാനും ഉണ്ടാവും. അത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കി. ഇപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ മൊബൈലിലെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യും, അല്ലെങ്കിൽ സാധാരണ കാൽക്കുലേറ്റർ യൂസ് ചെയ്യും. അപ്പോൾ അതങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ എക്സാമിന് പോണ സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, വീട്ടിലിരിക്കുമ്പോഴും കുറച്ച് സമയം എടുത്താൽ പോലും തന്നെ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം അത്രയും സ്റ്റെപ്പ് വരെയെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം പേപ്പറിൽ എഴുതാനായിട്ട് പറ്റും. ഓക്കെ. അപ്പം ചിലപ്പോൾ ഫുൾ കംപ്ലീറ്റ് പോയിന്റ് ഡെസിമൽ വാല്യൂസ് വരെ കറക്റ്റ് അല്ല, ഹോൾ നമ്പർ വാല്യൂ കറക്റ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അത്രയും മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ പിന്നെ കാൽക്കുലേഷൻ പാർട്ട് നിങ്ങൾ തൊടില്ല, അത് ജസ്റ്റ് അവിടെ തന്നെ വെക്കും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. മാക്സിമം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യാം. സോ ദിസ് ഇസ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്, റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് യു ഹാവ് ടു ഫൈൻഡ് ദ സർഫസ് ഏരിയ. സർഫസ് ഏരിയ ഓഫ് ദ സ്പിയർ ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് കേട്ടോ. സോ സർഫസ് ഏരിയ ഓഫ് ദ സ്പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നോ ദ ഇക്വേഷൻ. സർഫസ് ഏരിയ ഓഫ് എ സ്പിയർ ഇസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ 4πr². ഇക്വേഷൻസ് നന്നായി തന്നെ അറിഞ്ഞിരിക്കണം. ഇവിടെ പൈൻ്റെ വാല്യൂ 3.14 ഒന്നും എടുക്കാൻ പറഞ്ഞിട്ടില്ല. ഏറ്റവും ടോപ്പിൽ വാല്യൂ 22/7 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ വി വിൽ ടേക്ക് ദ വാല്യൂ ഓഫ് പൈ ആസ് 22/7 ഇൻറ്റു 10.5 ഇൻറ്റു 10.5 അല്ല 10.5 ദ ഹോൾ സ്ക്വയർ. ദാറ്റ് ഇസ് 88/7 ഇൻറ്റു 10.5 ദ ഹോൾ സ്ക്വയർ. 10.5ൻ്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക, അതേ ഇൻറ്റു 88 ചെയ്യുക, division 7 ചെയ്യാം. or you will be getting the answer as 1386 centimeter square. ഏരിയയുടെ യൂണിറ്റ് എപ്പോഴും സ്ക്വയർ ആണ്, ക്യൂബ് ഒന്നും ഇടരുത്. സോ എന്താണ് ചെയ്യേണ്ടത്, 88 ഇൻറ്റു 10.5 സ്ക്വയർ ചെയ്യുക, ദ ഹോൾ ആൻസർ ഡിവിഷൻ 7 ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ 88/7 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും. ആ ഒരു വാല്യൂവിനെ 10.5ൻ്റെ സ്ക്വയർ വെച്ച് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ആൻസർ കിട്ടും. ആകെ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ കറക്റ്റാക്കി ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ചെയ്യേണ്ടത്. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ദിസ് ഈസ് അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് രണ്ടാമത്തെ മെയിൻ ക്വസ്റ്റ്യനിൽ 3ാമത്തെ സബ് ഡിവിഷൻ ആണ് തന്നിട്ടുള്ളത്. ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് എ സ്പിയർ ഓഫ് ഡയാമീറ്റർ. അപ്പോൾ ഡയാമീറ്റർ ആണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ റേഡിയസ് ആണ് തന്നിട്ടുള്ളത്, ഇവിടെ നമുക്ക് ഡയാമീറ്റർ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ. ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാനുള്ളത് സെയിം തന്നെയാണ്. വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് സർഫസ് ഏരിയ. സർഫസ് ഏരിയ ഓഫ് ദ സ്പിയറിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ നമ്മൾ ഇക്വേഷൻ എഴുതണം കേട്ടോ. ഇക്വേഷൻ എഴുതിയതിന് ശേഷം മാത്രം സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. ബിക്കോസ് ഈ ഇക്വേഷൻ എഴുതുന്നതിന് നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ മാർക്ക് ഉണ്ട്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇക്വേഷൻ എഴുതുക. ഇക്വേഷൻ എഴുതിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. 4 ഇൻറ്റു പൈ 22/7 എടുക്കാം. 6 നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടില്ല. സോ വി ആർ ടേക്കിംഗ് 3.5 ഡിവിഷൻ 2 ദ ഹോൾ സ്ക്വയർ അല്ലേ. 6 കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, ഡയാമീറ്റർ ബൈ 2 ആണ്. സോ ഡയാമീറ്റർ ബൈ 2 ദ ഹോൾ സ്ക്വയർ. or it is 4 ഇൻറ്റു 22/7 ഇൻറ്റു 3.5 ഇൻറ്റു 3.5 ഡിവിഷൻ 2ൻ്റെ സ്ക്വയർ എത്രയാണ്, 4 ആണ് വരിക. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോവും.
3.5 into 3.5 കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ 7ൽ 3.5 പോകുന്നുണ്ടാവും അല്ലെ. 7 into 5 എത്രയാണ്? 35 ആണ്. ഓർ 7 into 0.5 എത്രയാണ്? 3.5 ആണ്. അപ്പൊ ഇത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? 22 into 0.5 into 3.5 ചെയ്താൽ മതി. ഓർ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലും കുഴപ്പമില്ല. 0.5ന് എന്ത് എഴുതാം? 1/2 എന്ന് എഴുതാം അല്ലെ. 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0.5 ആണ്. ഓർ 7/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 3.5 ആണ്. അപ്പൊ ഇവിടെയും നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കട്ട് ചെയ്ത് കളയാം. ദിസ് ഇസ് 77/2 അല്ലെ. 7 into 11 എന്താ? 77. 77/2. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഡെസിമൽ വാല്യൂ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ആ ഡെസിമൽ വാല്യൂവിനെ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്ത് മാക്സിമം സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി? ഡിവിഷൻ ചെയ്താൽ മതി. ഇനി 77/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് 3, 6, 6, 38, 38.5. So the answer is 38.5. 38.5 ആണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നുണ്ടാവുക? ആൻസർ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് കൺവീനിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ രീതിക്ക് ചെയ്യുക. ആൻസർ തെറ്റാണ്ട് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ദ യെറ്റ് അനദർ ക്വസ്റ്റ്യൻ. So we are moving on to the fourth question. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വളരെയധികം എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡയറക്റ്റ് നമുക്ക് വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്. എന്നിട്ട് TSA ഓഫ് ഹെമിസ്ഫിയർ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. TSA ഓഫ് ഹെമിസ്ഫിയർ എന്താണ്? 3πr² ആണ്. വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, സോ വി ആർ മൂവിങ് ഓൺ ടു ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യനിൽ എന്താണ്? The radius of a spherical balloon increases from 7 cm to 14 cm as air is being pumped into it. Find the ratio of surface area of the balloon in two cases. അതായത് ഒരു ബലൂണിന്റെ സൈസ് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. ആസ് വി ആർ പമ്പിങ് എയർ ഇൻ ടു ഇറ്റ്. എയർ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കും തോറും എന്താണ് ചെയ്യുക? ബലൂൺ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. സോ ഫസ്റ്റ് കേസിൽ റേഡിയസ് 7 cm ആണെങ്കിൽ നമ്മൾ എയർ പമ്പ് ചെയ്യുമ്പോൾ റേഡിയസ് 14 cm ആയിട്ടുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദിസ് ടു സർഫസ് ഏരിയാസ്. ഈ രണ്ട് സൈസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർഫസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ സർഫസ് ഏരിയയുടെ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. സോ ദിസ് ഇസ് സർഫസ് ഏരിയ ഓഫ് ഫസ്റ്റ് കേസിലെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 4πr1² ആൻഡ് ദിസ് ഇസ് 4πr2² അല്ലേ. രണ്ടിൻ്റെയും ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഇവിടെ R1 എടുക്കുക, ഇവിടെ എന്തെടുക്കുക? R2 എടുക്കാം. ദിസ് ഇസ് 4 into π 22/7 തന്നെ എടുത്താൽ മതി. R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 into 7 ആണ്. ദിസ് ഇസ് 4 into 22/7 into R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 14 into 14 ആണ്. ഇത് മാക്സിമം നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുക. ഈ 7 ക്യാൻസൽ ചെയ്ത് കളയാം. 88 into 7 ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. 88 into 7 you will be getting the answer as 616 cm². So ഫസ്റ്റ് കേസിലെ ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. സിമിലർലി യു ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് നെക്സ്റ്റ് കേസ്. അപ്പോൾ 4 into 22 88 ആണ്. 88 into 14 into 2 എത്രയാണ് വരുന്നത്? 28 ആണ്. 88 into 28 ചെയ്താൽ മതി. 88 into 28 ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റ് പ്ലേസിൽ ഒരു 4 വരുന്ന വാല്യൂ ആണ്. ഇറ്റ് ഇസ് 2464. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇറ്റ് ഈസ് 2464 cm². അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 616 ഫസ്റ്റ് കേസിൽ കിട്ടി. 2464 സെക്കൻഡ് കേസിൽ കിട്ടി. നൗ വി ആർ ഫൈൻഡിങ് ദ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ SA1/SA2 ഇറ്റ് ഈസ് 616 ഡിവിഷൻ 2464. ഓക്കെ, 616 ഡിവിഷൻ 2464 ചെയ്യുമ്പോൾ 6ൻ്റെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 4 യൂണിറ്റ് പ്ലേസിൽ വരുന്ന ചാൻസ് ഉള്ളത് നോക്കി നോക്കാം. 616 6 2 12 6 3 18 6 4 24 4 ആവാൻ ചാൻസ് ഉണ്ട് അല്ലേ. പിന്നെ എന്താണ്? 5 ആവില്ല, 6 ആവില്ല, 7 ആവോ? ഇല്ല. 8 ആവോ? 8 6 48, അതും ആവില്ല. 9 6 എത്രയാണ്? 54. അപ്പം 9ഉം ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ആദ്യം 4ൻ്റെ തന്നെ എടുത്തു നോക്കി നോക്കാം. അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഏതാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത്. ചിലപ്പോൾ 4 ആവണമെന്നില്ല, ചിലപ്പോൾ 14 ആവാം, ചിലപ്പോൾ 24 ആവാം. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ 4 യൂണിറ്റ് പ്ലേസിൽ വരുന്ന വാല്യൂ ആണെന്ന് ആദ്യം മനസ്സിലാക്കി വെക്കാം. ഓർ 9 ആവാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് 9 6 54. നമുക്ക് ആദ്യം 4ൻ്റെ പ്രോബിലിറ്റി ചെക്ക് ചെയ്യാം. 6 4 24 ആണ്. 4 1 6 ആണ്. 4 1 4 4 + 2 6
4 into 6 എത്രയാണ്? ഇറ്റ് ഈസ് 24. ആൻസർ ഇതാ കിട്ടിക്കഴിഞ്ഞു. 24 64 നമുക്ക് 616നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ്. സോ വി ക്യാൻ ക്യാൻസൽ ആൻഡ് റൈറ്റ് ഇറ്റ് ആസ് 1:4. അപ്പോൾ റേഷ്യോ എന്താണ്? 1:4 ആണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ വാല്യൂസും ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് യൂണിറ്റ് പ്ലേസിൽ ഈ ഒരു നമ്പർ കിട്ടുക, 4 കിട്ടുക. അപ്പോൾ 6നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് ഗോ ഫോർ 14, നെക്സ്റ്റ് ഗോ ഫോർ 19, അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം അങ്ങനെയാണ് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അറ്റൻഡ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മളെല്ലാം മാനുവലി ഇരുന്നിട്ട് 1 2 3 എല്ലാം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാനിരുന്നാൽ നമ്മളുടെ പ്രോബ്ലംസ് വളരെയധികം സമയം എടുക്കുകയുള്ളൂ. നമുക്ക് ആ ഒരു സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാനും പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷൻ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.